സോ ഹലോ ഗൈസ്, വെൽക്കം ടു കുട്ടു എന്റർടൈൻമെന്റ്സ്. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളെന്താ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ വീഡിയോ ഇടാത്തെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ പിന്നെ പറയാം. നമ്മളിന്ന് ചില്ലി ചിക്കനാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഈ ഏതായിരുന്നു ഡൈസ്ഡ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ആട്ടോ. ടെസ്കോന്നാട്ടോ ഗൈസ് നമ്മളിന്ന് മേടിച്ച് ചെയ്യുന്നത്. അതിൻ്റെ 2 പാക്കറ്റ് ഉണ്ട്. 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ചില്ലി ചിക്കൻ തികയുള്ളൂ ഗൈസ്. സോ നമ്മൾ അതിൻ്റെ റെസിപ്പി കണ്ടിടാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഇത് ഞാൻ 400 ഗ്രാംസ് ഉണ്ട് ഒരു പാക്കറ്റ്. അപ്പോൾ 800 ഗ്രാംസ് ഉണ്ട്. ആൻഡ് പിന്നെ ഇത് ഞാനൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തേക്കാണ് ഗൈസ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, പക്ഷേ ഇത് ഒരു വലിയ കുക്കിംഗ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതാണെങ്കിൽ ഞാൻ തന്നെ എല്ലാം കുക്ക് ചെയ്യണം ഗൈസ്. ഇത് കഴുകണം, ഇത് എല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്യണം. സോ ഇതാണ് ചിക്കൻ. നമ്മളെ ഇൻഗ്രീഡിയൻസിലോട്ട് ഇപ്പം പോകാൻ. ചിക്കൻ ഒന്ന് കഴുകട്ടെ കേട്ടോ. നമ്മൾ ഇത് പാക്കറ്റൊന്നും പൊട്ടിച്ചിട്ടില്ല, പിന്നെ പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാതെ അത് എങ്ങനെയെങ്കിലും അയ്യോ, ഈ ബ്രിട്ടീഷുകാർക്കാർ ഇത് കാണില്ല. ഞാൻ ബ്രിട്ടൻ ചെയ്ത് പൊട്ടിച്ചോണ്ട് ബ്രിട്ടൻ്റെ ഇവിടെ പൊട്ടിച്ചോണ്ടല്ല കയറിക്കൊണ്ടത്. ഓക്കെ, സോ ഗൈസ് നമ്മളാണെങ്കിൽ ഇത് പൊട്ടിക്കാൻ പോവാണ് ഒരു പാക്കറ്റ്. അവിടുന്ന് ഞാൻ എഡ്ജ് മുറിച്ച് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. ഏതോ ഒരു കുതിര രീതിയിലാണ് ഞാൻ പൊട്ടിച്ചേക്കുന്നത്. കണ്ട ഗൈസ്, ഓൾറെഡി കഴുകിയാണ് ഇട്ടേക്കുന്നത് ഗൈസ്. കണ്ടോ, സുഖമുണ്ട് കേട്ടോ. പക്ഷേ ഓക്കെ ഗൈസ്, ഇത് കൈ നല്ല വെച്ചായി. ഇത് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്തപോലെ ഇങ്ങനെ ഒരു കുത്തെടുക്കുക. സൂക്ഷിച്ച് തന്നെയാണ് ഈ ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് ബോക്സ്. ചിക്കൻ്റെ ചോര കണ്ടേ. എന്താ ചിക്കൻ്റെ ചോര? ഇവിടെയുണ്ട് ചിക്കൻ്റെ ചോര. പെട്ടെന്നോട്ടെ. ചിക്കൻ്റെ ചോര കാണിച്ചോണ്ടിരുന്നത് നമ്മുടെ സമയം പോകും. പിന്നെ മാരിനേഷൻ ചെയ്യണം അത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ചിക്കൻ. ഇനി നമുക്കൊന്ന് കഴുകിയെടുത്താലോ? ഓക്കെ, ഇതിനെ നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനാണെങ്കിൽ സിങ്കിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടടാ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്താ എന്നിട്ട് ഇത് നിങ്ങളൊരു ഓക്കെ ഈ പൈപ്പ് വെള്ളം തുറന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കേ. അത് ചൂടുവെള്ളം. അത് ഇതോ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്ത് കൊടുക്കും.
എന്നാ ഒരു ലുക്ക് പാറ. ഞാൻ ആദ്യമായിട്ട് ചിക്കൻ കഴുകുന്ന. ഓക്കെ ഗൈസ്, നമ്മളുടെ കുട്ടപ്പൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് കേൾക്കാം. നമ്മുടെ ചിക്കൻ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ് കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മസാലയാണ് മൈദ. ഹെൽത്തിന് നല്ലതല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ വേണം. മൈദ, ഉപ്പ്, പിന്നെ ഏതായിരുന്നു അറിയാം, പിന്നെ ഏതായിരുന്നു മുളക് പൊടി, മുട്ട, കുരുമുളക് പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, പിന്നെ മുട്ട, പിന്നെ നേരത്തെ പറഞ്ഞ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയ സോസ്. ഓക്കെ. ദെൻ നമ്മളാണെങ്കിൽ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഇട്, പാത്രത്തിനകത്തേക്ക് ഇട്. പാത്രത്തിനകത്തേക്ക് ഗൈസ്, നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. സോ ചിക്കൻ നമ്മൾ ഇട്ടു. ഇനി നമുക്ക് ആ പൊടികൾ ഇടാം. ഇത് ചുമ്മാ സ്പൂൺ കൊണ്ട് മൊത്തത്തിലും ഇട്ടോ, കമത്തിക്കോ, എല്ലാം കൂടി ഇട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ടോ. ഒരു സ്പൂൺ ഇത്രയോ? ഇത്രയോ? ആ, അതിട്ടോ. ഇത്ര ഇട്ടു. എന്നിട്ട് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിക്കാം. ഇത് ചെറുത്തരച്ചു കുറച്ച് ഒരു ചെറിച്ച് ഒരു മതി. കുറച്ചുകൂടെ പൊടിക്കൂടെ മതി. കുറച്ച് വിനെഗറൂടെ ഒഴിച്ചു. വിനെഗറൂടെ അവിടെ ഒരു വിനെഗർ. താങ്ക് യു അമ്മ കേട്ടോ. ഓക്കെ, വിനെഗർ. പൊടിക്കൂടെ മുട്ടയും കൂടെ പൊട്ടിച്ചു വെച്ചോ. എനിക്ക് ഇവിടെ ചെറിയൊരു ഇതുണ്ട് ഗൈസ്. ഞാനിങ്ങനെ പൊട്ടിക്കാം. ചെറുതായിട്ട് പണി പാറിയിട്ടാണ് ഗൈസ്. ശരിയൊരു ബുദ്ധിമുട്ട് ഗൈസ്. അയ്യോ, ഇത് കുറച്ച് പോയി ഗൈസ്. ഓക്കെ, നല്ല പണി കിട്ടി തോന്നിട്ടാ ഗൈസ്. ഓക്കെ ഗൈസ്, സൂപ്പർ ഗൈസ്. ഇത് നല്ല മിക്സ് വേണം. എന്നിട്ട് നമുക്കിതൊരു റെസ്റ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ വെച്ച്. 2 കൈ വേണ്ട, 1 കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. പൊന്നുകുട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ആ സൈഡിലൊക്കെ മാവായിട്ട് തന്നെ ഇരിക്കുക. നന്നായിട്ട് മുളക് പൊടി ഉപ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. മിക്സ് ചെയ്തോ? നന്നായിട്ട് മിക്സ് ആയോ? അയില്ല, ഒരു ചേട്ടെ. മതി. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്കിതൊരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ സമയത്ത് നമ്മുടെ ഷെഫിന് അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ട്. അദ്ദേഹം ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് ലൈവ് കുക്കിംഗ് കാണാം. ഇന്നത്തെ കിച്ചൺ മൊത്തവും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആദിത്യ നമ്മനാണ്. ചാലഞ്ച് ഏറ്റെടുത്തു ഗൈസ്. ഓക്കെ,
നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബൈ, സ്റ്റേ ട്യൂൺഡ്. ഹലോ ഗൈസ്, നമ്മളാണെങ്കിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മളിനി ഓയിലിലേക്ക് ഇടാണ്. സോ പാൻ ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എടുത്തിട്ടോ. ഇത് ഇങ്ങനെ എടുത്തിട്ടാ മതി. ഓരോന്നോരോന്നിട്ട് പെറുക്കിയിട്. അയ്യോ ചെറിയ അങ്ങനെ എരിയല്ല വേണ്ടേ. അങ്ങനെയാണ്. ഞാൻ ഇട്ടോളാം. ഞാൻ ഇട്ടോട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. എരിയെല്ലാം എറിഞ്ഞിട്ടെറിക്കണേ. നോക്ക് ഇങ്ങനെയല്ല ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഒന്ന് നോക്കട്ടെ, ധൈര്യം നോക്കട്ടെ. എരിയല്ല, പയ്യെ വെച്ചാൽ മതി. അത്ര വലിയ ബേസ്. എണ്ണയിലോട്ട് കൈ നിൽക്കരുത്. ഞാൻ കൈ പിടിക്കാറില്ലേ? ബാക്കി ഞാൻ ഇട്ടേക്കട്ടെ. ഞാനിട്ടോട്ടെ. നമ്മൾ ചിക്കൻ അങ്ങനെ നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണേ. സോ നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ നിങ്ങളെ കാണിക്കാം. താങ്ക് യു. ചിക്കൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ള ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഞാനിത് ഇടുവാണ്. പോയേ ചിക്കനൊക്കെ പെറുക്കി മാറ്റണം. കുറച്ചുകൂടെ വേവണം ഗൈസ്. നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്യാണ്. എല്ലാം ആദ്യം തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നിനും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞാൽ തന്നെ ഫുൾ ക്രെഡിറ്റ് എടുത്തോളാം. ക്രെഡിറ്റൊക്കെ ഞാൻ എടുക്കും തമ്മിൽ ചെയ്യുകയാണെങ്കിലും. അടുത്ത ക്യാപ്സിക്കം അല്ല, അടുത്ത ക്യാപ്സിക്കത്തിൻ്റെ പീസ്. ഞാൻ നിക്ക് ഡിഗോവിൻ, അങ്ങനെയല്ല എൻ്റെ പേര്, ആ ഷെഫിൻ്റെ പേര് അറിയില്ല. എനിക്കറിയാം. അവൻ ചെയ്യുന്നവരെ ചെയ്യാൻ നോക്കിയതാട്ടോ. അല്ല, അവനല്ല, ഒരു മാസ്റ്റർ ഷെഫാ. ഗോർഡൻ റാംസി കഴിഞ്ഞാൽ ബയാഷി കഴിഞ്ഞാൽ പുള്ളിയാ. ഞാൻ അറിയട്ടെ സ്പീഡിൽ. എടാ പയ്യേ. ഓക്കെ, ഞാൻ അറിയാം. സ്പീഡ് അറിയുമ്പോൾ പയ്യെ നമ്മളവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സെയിം പാനിലേക്ക് തന്നെയാണ് നമ്മളിനി ചില്ലി ചിക്കൻ്റെ ഗ്രേവി മിക്സ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പെർഫെക്റ്റ് കുക്കായി വരുന്നുണ്ടോ അമ്മി? കുക്കിംഗ് ആക്ച്വലി ലേഡീസിൻ്റെ മാത്രം തൊഴിലല്ല. ഇതേപോലെ ആൺകുട്ടികളുള്ള അമ്മമാരെല്ലാവരും ആൺമക്കളെ കുക്കിങ്ങിലേക്ക് ഇറക്കണം. എനിക്ക് എൻ്റെ കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ചുമ്മാ. നമ്മൾ ബെൽ പെപ്പർ അഥവാ ക്യാപ്സിക്കം ഗ്രീൻ കളർ ആൻഡ് യെല്ലോ കളർ, 2 കളർ എടുത്തിട്ടുണ്ട്. ഇത് കട്ടായില്ല. ഓക്കെ, ഇനി നമുക്ക് യെല്ലോ ആണ് ഗൈസ്. യെല്ലോ ആണ്, ഓറഞ്ചാണ്. കണ്ടിട്ട് ഓറഞ്ച് പോലെ ഉണ്ട്. ഓറഞ്ചല്ലേ? കട്ട് ചെയ്യാൻ അറിയാമല്ലോ. ഇത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് മിക്സ് ചെയ്യണോ? അപ്പോൾ മിക്സ് ഒന്നും ചെയ്യണ്ട, നീ അരി ആദ്യം. ആദ്യമായിട്ടാട്ടോ ഒന്ന് കട്ട് ചെയ്യുന്നത്, നൈഫ് വെച്ച്. ഇത് വെജിറ്റബിൾസ് വെരി ഗുഡ്.
മതി മതി. ക്യാപ്സിക്കം തീർന്നോ? ക്യാപ്സിക്കം ആദ്യം തീർന്നു ഗൈസ്. അടുത്ത് നമുക്ക് ഒനിയനാണ്. ഒനിയൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ മുറിക്കാണ്. ആ കറക്റ്റ്. ഇവിടെ താഴെ വരെ പോ. ആ ആ ഇനി കൈ മുറി ആ സൈഡ് ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അമ്മ നോക്കിക്കോളൂ. ഓക്കെ, മതി മതി മതി. കുട്ടു എൻ്റർടൈൻമെൻറ്റ്സ് സവാള ഓരോരോ തളാക്കി എടുക്കുകയാണ്. അവൻ്റെ കണ്ണ് നീർന്നു എന്ന് പറഞ്ഞിട്ട് അവൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഫുൾ പ്രിപ്പയർഡാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞെങ്കിൽ എനിക്ക് എൻ്റെ ഫോണില്ല, ലാപ്പ് തരും. നമ്മളങ്ങനെ കറി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടാകുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാനും അതേ എണ്ണ തന്നെയാണ്. ആദ്യം സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇനി നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചറും പിന്നെ ഗാർലിക് നമ്മൾ ഇടാൻ പോവാണ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു ദി പണിയല്ല, നമുക്ക് ഇട്ടാലോ. ജിഞ്ചർ ആദ്യം ഗാർലിക് ഇട്. ഗാർലിക്ക് മാത്രം ഇട്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേ. എൻ്റെ പൊന്നു എടുത്തിടാ വിട്ടു കൈ കൊണ്ട്. എന്നാ ജിഞ്ചർ കൂടി ഇട്ടോ, ഒരുമിച്ചും കിട്ടോ രണ്ടും കൂടെ. നന്നായിട്ട് അതിനകത്തുള്ള പൊടിയെല്ലാം കൂടെ എടുത്തിട്. ഓക്കെ, നീ ഇളക്കിക്കോ. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും, ചൂടാവട്ടെ. ഓക്കെ, നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ ജിഞ്ചറും ഗാർലിക്കും അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാനി. നമ്മളാണെങ്കിൽ കോൺഫ്ലവറിന് സ്ലറി ഒഴിക്കണം. കോൺഫ്ലവർ സ്ലറി ഒഴിക്കണം. 2 ഗ്ലാസ് വാട്ടറും പിന്നെ 2 സ്പൂൺ കോൺഫ്ലവറും ഒഴിക്കണം. അപ്പം നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് ഇടാം. 1 ഗ്ലാസും കൂടി ഒഴിക്കാം. 2 ടീസ്പൂണും കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൂടി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ കോൺഫ്ലവർ ഇടാം ഗൈസ്. സ്പൂൺ കൊണ്ട് എടുക്കുക. മൈ ഡിയർ സ്പൂൺ വരുവാണ് ഗൈസ് പുറത്തോട്ട്. ഓക്കെ, നമ്മളിനി എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെ തട്ടിയിരുന്നോ? കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, അതിന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതെന്താണ് ഗൈസ് ഒട്ടിപ്പിടിച്ചല്ലോ. റെഡിയായി. നമുക്കിനി ഇതിനകത്തേക്ക് ഒനിയൻ ഇടാം. ഒനിയൻ ഇടാം ഗൈസ്. ഇട്ട് നമ്മൾ നേരെ ഇതിങ്ങോട്ട് കൈപൊളി. ഇത് ഞാൻ പേടിച്ചേ. സൂക്ഷിക്കണം എന്ന് പറയും. എന്നിട്ട് ക്യാപ്സിക്കം നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസിന് വേണ്ടി മാറ്റി വെക്കാം. ബാക്കി ഇതിനകത്തേക്ക് ഇട്ടോയേ. അയ്യോ, ഇട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമ്മൾ പിന്നെ എടുത്ത് വെച്ചിട്ട് വരാട്ടത്. അതെ, പാത്രത്തിൽ മുട്ടല്ലേ. ഇനി മിക്സ് ചെയ്തോ. എന്തെങ്കിലും പോയിട്ടൊന്നും മതി.
കുറച്ചും കൂടി ഇട്ടു. പമ്പരം കറങ്ങിന് കറങ്ങി കറങ്ങിനോ പമ്പരം കറങ്ങിന് കറങ്ങി കറങ്ങിനോ പമ്പരം. അത്രയും കുറച്ച് വെച്ചാൽ എങ്ങനെ ഹൈ ഹീറ്റ് കിട്ടും. ജിഞ്ചറൊക്കെ ഇതായിട്ട് സെറ്റായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അല്ല അങ്ങനെ വരണമല്ലോ. അടുത്തായിട്ട് നമുക്കിനകത്തേക്ക് ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ആൻഡ് സോയ സോസ് ഒഴിക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് സോസുകൾ ഒഴിക്കാം. ആദ്യത്തെ ഏത് സോസ് ഒഴിക്കുന്നത്? ടൊമാറ്റോ. ഇതാണ്ട് അത്രയും സോസ് ഇല്ല ഗൈസ്. ഇതിൽ വന്നാലോ ബാക്കി സോസ് ഞാൻ ഒഴിക്കട്ടെ. സോയ സോസ് കുറച്ചുകൂടെ. ഓക്കെ, നമ്മൾ ഞാൻ കുറച്ച് ചില്ലി സോസ് ഒഴിച്ചോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തോ. ഞാൻ ഇതെല്ലാം ഇന്നത്തെ നന്നായിട്ട് മിക്സ് ആവണം. ഞാൻ ചെയ്തോട്ടെ, മിക്സ് ചെയ്തോട്ടെ. കൈ പൊള്ളിയോ? ഏയ് ഞാൻ ചെയ്തോട്ടെ. ഇനി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ളായി. കൊളമായോ? ഇനി ഫുള്ളായി. കുറച്ചുകൂടി ചില്ലി ഒഴിക്കാം. മിക്സ് ചെയ്തേ. നമുക്കിതിനകത്തേക്ക് സ്ലറി ഒഴിക്കാം. കോൺഫ്ലവർ സ്ലറി. നീ ഒഴിക്കുമോ അതോ ഞാൻ ഒഴിക്കാം? നീ മിക്സ് ചെയ്തോ. ഇതിനകത്തേക്ക് കോൺഫ്ലവർ സ്ലറി ഒഴിക്കാണ്. മിക്സ്. കുറേ കോൺഫ്ലവർ സ്ലറി ആവുമെന്നാണ് ഡൗട്ട് കേട്ടോ. തിളച്ച് വരട്ടെ, അപ്പോൾ അത് കുരുങ്ങിക്കോളും. സോസ് എന്തെങ്കിലും വേണം നോക്കട്ടെ. കുറച്ച് പുളി മുമ്പിൽ നിൽപ്പുണ്ട്. പുളിയോ? ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ടിട്ട് തിളപ്പിക്കാം. കൊള്ളാവോ കേട്ടോ? അയ്യോ കുഴപ്പമില്ല ഗൈസ്. ഉണ്ടോ? ഓക്കെ, നല്ല ടേസ്റ്റ് ചിക്കനാ. ശകലം പെപ്പർ പൗഡർ ഇടണേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. തിളക്കട്ടാ. ഉപ്പൊക്കെ നോക്കിയില്ലല്ലോ? ഒന്നും നോക്കിയില്ല. മാസ്റ്റർ ഷെഫാണ് ഞാൻ ഇനി ഈ വീട്ടിലത്തെ. നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി. നോക്കൂ, വളരെ കളർഫുൾ യമ്മി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്. അമ്മയെ അടുത്ത് അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം സ്ട്രെയിറ്റ് ആയിട്ട് അറിയാൻ. പിന്നെ ഉള്ളി.
ബാക്കി ചിക്കൻ കഴുകിയത് തൊട്ട് മാരിനേറ്റ് ചെയ്തത് എല്ലാം കുട്ടുമണീശനാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഡാറും കൂടി ഇത് കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാണ് ഗൈസ്. ഡാർ എന്നാണ് അവൻ്റെ ശരിക്കും പേര്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ സ്കൂളിലത്തെ സാത്തിക്കുറായാലും ഈ നാട്ടിലത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ സ്കൂളിലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഡാറും നല്ലാളും കൂടി കേട്ടോ ഗൈസ്. കുറച്ചൊന്ന് അടച്ചു വെച്ച് ചോദിച്ചാലോ?